ഹേയ് ഗൈസ്, അപ്പോൾ എൻ്റെ കണ്ണിന് തീരുമാനമായിട്ടോ. ഇന്ന് മുതൽ ഒറ്റ കണ്ണും കൊണ്ട് ഞാൻ നടക്കണം. പക്ഷേ അത്രയ്ക്കൊക്കെ വേണം. എൻ്റെ 2 കണ്ണിനും പോളക്കുരു ഉണ്ടായിരുന്നു. കുറേ മാസങ്ങളായിട്ട് ഇത് പോകുന്നില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇത് എന്തായാലും കീറിക്കളയണം, അല്ലാണ്ട് രക്ഷയില്ല എന്ന്. അങ്ങനെ നമ്മൾ പേരാമ്പ്രയുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തി. പേടിയാവുന്നുണ്ട് എനിക്ക്. എന്താവുമെന്നോ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലായിരുന്നു ശരിക്കും ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു സർജറി എന്നൊക്കെ പറഞ്ഞപ്പം. പക്ഷെ സംഭവം എളുപ്പമായിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞു. വേദന ഒന്നും എടുക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ സ്റ്റാർട്ടിങ് മരവിപ്പിക്കുന്നതിൻ്റെ മുൻപ് എൻ്റെ കണ്ണെന്തോ ഒരു സാധനം വെച്ച് ഇങ്ങനെ സ്ക്രൂ ഇട്ട് ടൈറ്റാക്കി ഇങ്ങനെ പൊന്തിച്ചു. നല്ല വേദന എടുത്ത് ഞാൻ കരഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു. പിന്നെ വേദനയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നോർമലി ഓക്കെ ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ തല കറങ്ങുന്നൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതിന് ശേഷം നേരെ പോയിട്ട് ടി അടിച്ചു. അതും കൂടി ആയപ്പോൾ സബാഷ്, ടി അടിച്ചതിൻ്റെ വേദന എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ നേരെ വീട്ടിൽ വന്ന് നൈറ്റ് ആയപ്പോഴേക്കും അത് അഴിച്ചു കേട്ടോ. ഡോക്ടർ പറഞ്ഞത് ഫോണിൽ ലൈറ്റ് കുറച്ചിരുന്ന് കണ്ടിട്ടാണ് ഇങ്ങനെ വന്നതെന്നാണ്. ബട്ട് ഐ തിങ്ക് ഡേറ്റ് കഴിഞ്ഞ മസ്കാര യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും ചെയ്ത് പണി വാങ്ങണ്ട. സംഭവം ചെറുതാണെങ്കിലും നല്ല പെയിനാണ്. അപ്പോൾ 5 ദിവസം കഴിയുമ്പോൾ അടുത്ത കണ്ണും ചെയ്യാൻ വേണ്ടി പോകണം. ഒന്ന് ചെയ്തതോടെ ഞാൻ തൃപ്തിയായി. അതുകൊണ്ട് അടുത്തത് ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനത്തിലാണ് ഞാൻ. അപ്പോൾ ശരി, ബൈ ഗൈസ്.